പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് സർക്കാർ പുറമ്പോക്ക് സ്ഥലങ്ങളിൽ വനവൽക്കരണം നടത്തി ശ്രദ്ധ നേടിയ മാണിക്കോത്ത് ചാലിൽ ബാലനെയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാം. എന്താണ് ഇതിലേക്കുള്ള പ്രചോദനം? 24 വർഷമായി. അതിൻ്റെ ഇടയ്ക്ക് 2012-13 വനമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. തലശ്ശേരി വെച്ചിട്ട് പാണ്ടാ ഫുഡിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്. വ്യക്തികളെ കിട്ടിയിട്ടുണ്ട്. ഓരോ സംഘടനകളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല അവാർഡും കിട്ടിയിട്ടുണ്ട്. ഈ കനാലിന് മണ്ണ് കല്ലൊക്കെ കൊണ്ടിട്ടൊരു സ്ഥലമാണിത്. സർക്കാരിൻ്റെ സ്ഥലമാണ്. അത് കല്ലെല്ലാം മാറ്റി 20 കയ്യാല കെട്ടി സ്ഥലം വൃത്തിയാക്കി എന്നിട്ടാണ് മരം വെക്കുന്നത്. വളരെ നിങ്ങൾ ഈ വനം വെച്ച് പിടിപ്പിക്കുന്ന ഇതിലേക്ക് നിങ്ങൾ എത്തി? ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിന് വേണ്ടി ഒരു പ്ലാവ് ലേലത്തിനെടുത്തിനു. അപ്പം അതിൽ ഞാൻ കുറച്ച് മരം തൈകൾ വെച്ച് അത് കുറച്ച് ദിവസം കുറേ കൊണ്ട് നിന്നേക്ക് പിന്നെ അതെല്ലാം പോയി. പിന്നെ നവീന തിയേറ്റേഴ്സിൻ്റെ വൃക്ഷത്തൈ വിതരണം ചെയ്യുമ്പോൾ അതിൽ ബാക്കി വന്ന കുറേ തൈകളാണ് പിന്നെ ഞാനത് എടുത്ത് കൊണ്ടു വെച്ചത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന എല്ലാ സ്ഥലത്തും എന്ത് തൈ നല്ല തൈ ഉണ്ടാകും അത് ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിടാം. പിന്നെ ഇത് ഇപ്പം കുഴിച്ചിടാൻ ഇത് 2-3 നില കിളച്ചാലാണ് ഈ കല്ല് തീർത്ത് എടുത്ത് 20 കയ്യാല കെട്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. മാവ്, നെല്ലി, പുളി, ഉടമ്പുളി, കപ്പൽ മാവ്, ഈന്ത്, പിന്നെ കടപ്പിലാവ്, അങ്ങനെ കുറേ ഉണ്ട്. മുരിങ്ങ, അങ്ങനെ ഒരുപാട് മരം വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്ലാത്തത് ഒരുപാടുണ്ട്. പിന്നെ 10-60ഓളം സൈസ് തന്നെ മരമുണ്ട്. ഇതല്ലാണ്ട് മൊത്തത്തിൽ 1000-ൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ അതത്ര ഉണ്ടാകില്ല. കുറേ ഈ ലൈന് മറ്റേ വെള്ളത്തിൻ്റെ പൈപ്പ് വന്നതോടുകൂടി അത് കുറേ പോയി. കുറേയല്ല, നല്ലൊരു ശതമാനം ചക്കയോടുകൂടി ലാവ് മറിച്ചിടുമ്പോൾ കാണാൻ വലിയ സങ്കടമായി പോയി. മേഖലയിൽ പ്രവർത്തിച്ചതിന് താങ്കൾക്ക് എന്തൊക്കെ അംഗീകാരമാണ് ലഭിച്ചിട്ടുള്ളത്? താങ്കളുടെ ഈ പ്രവർത്തനത്തിന് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്? നിരന്തരം 24 വർഷമായി പ്രവർത്തിക്കുന്നത്. 2001 മുതൽ ഇപ്പോൾ 2025 അത് പിന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വനമിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. പാണ്ടാ ഫുഡിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. വ്യക്തികളെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സംഘടനകളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല അവാർഡ് ഒരുപാട് കിട്ടി. സ്കൂളുകളിൽ നിന്നൊക്കെ തന്നെ കൊണ്ടുപോയി പിന്നെ അവിടെ തൈ വെപ്പിക്കുകയും പിന്നെ നല്ല സ്വീകരണമൊക്കെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ എന്താണ് ചെയ്യുന്നത്? അതിന് ഞാൻ കുറച്ച് മരത്തൈകൾ കണ്ടിട്ടുണ്ട്. ആദ്യം തന്നെ കണ്ടുവെച്ചിട്ടുണ്ട്. അതേ പരിസ്ഥിതി ദിനത്തിന് ഞാൻ കൊണ്ടുവന്ന് വളരെ നല്ല സ്ഥലത്ത് ഭദ്രമായി കുഴിച്ചിടും. അത് ഞാൻ നട്ടുപിടിപ്പിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രാവശ്യത്തെ പരിസ്ഥിതിൻ്റെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു കൊല്ലം ഉള്ളായിട്ട് ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്തവസം മാത്രം പോരാ. പരിസ്ഥിതി ദിനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇത് കണ്ട് അന്ന് 2 തൈ നട്ട് പോയോണ്ട് കാര്യമാകില്ല. ശരിക്കും അതിന് നോക്കണം, നോക്കി വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ കൊണ്ട് ഗുണമുണ്ടോ. ഞാനൊക്കെ അതിൻ്റെ മെരട്ടിന്ന് പോകാണ്ട് കളിയാ അങ്ങനെ ഇത് വളർത്തിയെടുത്ത്. ഈ പ്രവർത്തനത്തിൽ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സപ്പോർട്ട് എന്താണ്? അവരുടെ വീട്ടുകാരൊക്കെ നന്നായിട്ട് സപ്പോർട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇയാൾക്ക് പ്രാന്താന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് പണിയാണ് എടുക്കുന്നത്, ഇയാൾക്കിൻ്റെ ഗുണമുണ്ട്, ഇതിനെക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പം നല്ല തിരിച്ചു തന്നെയാണ്. നല്ല എനിക്ക് ഫുൾ സപ്പോർട്ടുകളാണ്. ഇപ്പം അത് ആദ്യം കുറേ എതിരുണ്ടായിരുന്നു. എതിരല്ല, നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെയും കന്നു കഴിയുന്ന പശുന്നുണ്ടെങ്കിൽ അത് പോറ്റാണെങ്കിൽ ഇങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഒന്നുമില്ല. അയാൾക്ക് വട്ടാണ്, ഒരു ഉപകാരവും കിട്ടാത്ത കാര്യമാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? 24 വർഷങ്ങൾക്ക് മുമ്പ് പാകപ്പെടുത്തിയ മണ്ണിൽ തൈകൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ബാലേട്ടനെ നോക്കി പലരും പരിഹസിച്ചിരുന്നു. എന്നാൽ അന്ന് നട്ടുപിടിപ്പിച്ച തൈകളെല്ലാം വളർന്ന് പച്ചപ്പൊരുക്കിയപ്പോൾ നാടിനും നാട്ടുകാർക്കും ബാലേട്ടൻ അഭിമാനമായി മാറുകയായിരുന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ പട്ടാണിപ്പാറയിലെ മാണിക്കോത്ത് ചാലിൽ ബാലൻ കുറ്റ്യാടി ഇറിഗേഷന്റെ 3.5 ഏക്കറയോളം വരുന്ന സ്ഥലത്തും ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പെരുവണ്ണാമൂഴിക്ക് പോകുന്ന റോഡിൽ പന്തിരിക്കര മുതൽ കൂവപ്പൊയിൽ വരെ റോഡിന് ഇരുവശവുമായി
യാത്രക്കാർക്ക് തണലും കുളിരുമേകി 1000-ലേറെ മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ സ്ഥലത്ത് കയ്യാല നിർമ്മിച്ച് വേർതിരിച്ചാണ് പല സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. ഇറിഗേഷന്റെ സ്ഥലത്തു നിന്നും 2001 കുറേ മരങ്ങൾ ബാലേട്ടന് ലേലത്തിൽ ലഭിച്ചിരുന്നു. അവയെല്ലാം മുറിച്ചെടുക്കുമ്പോഴാണ് പകരം മറ്റൊന്ന് നടണമെന്ന പ്രകൃതിയോടുള്ള സ്നേഹം ബാലേട്ടന്റെ മനസ്സിൽ മുളച്ചു പൊന്തിയത്. അന്നു തുടങ്ങിയ മോഹം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 60-ൽ പരം മരങ്ങളുടെ 1000-ലധികം മരങ്ങളാണ് ബാലേട്ടൻ നട്ടുവളർത്തിയ സ്ഥലത്തുള്ളത്. 2012-2013 വർഷത്തെ വനമിത്ര അവാർഡ്, തലശ്ശേരി പാണ്ട ഫുഡ് അവാർഡ്, ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിന്റെ അവാർഡ് തുടങ്ങി നിരവധി വ്യക്തികളുടെയും സംഘടനകളുടെയും അവാർഡുകൾ ഇതിനകം ബാലേട്ടനെ തേടി വന്നിട്ടുണ്ട്. പരിസ്ഥിതി ദിനത്തിൽ മാത്രമല്ല ഞാൻ തൈ നടുന്നത്. എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മരത്തിൻ്റെ തൈ കണ്ണിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് സ്വന്തമാക്കും. പിന്നീട് അത് നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ എനിക്ക് വിശ്രമമുള്ളൂ. പിന്നീട് അത് വളർന്നു വലുതാവുന്നതുവരെ അതിനു പിന്നാലെ തന്നെ ഉണ്ടാവും. എങ്കിലേ ആ തൈ വെച്ചുപിടിപ്പിച്ചതിന് ഫലമുള്ളൂ. ബാലേട്ടൻ പ്രകൃതിയോടുള്ള അടങ്ങാത്ത സ്നേഹം പങ്കുവച്ചു. പരിസ്ഥിതി ദിനത്തിൽ ഒരു തൈ നട്ട് കൈയടിച്ച് ആദ്യത്തെയും അവസാനത്തേതുമായ തുള്ളി വെള്ളവും നനച്ച് എല്ലാവരും യാത്രയാകും. അതോടെ തീരുന്നു പരിസ്ഥിതി സ്നേഹവും. ആ മരത്തിൻ്റെ ആയുസ്സും. ഇത്തരം മരങ്ങളുടെ സംരക്ഷണത്തിന് ഒരു തുടർച്ച നൽകാൻ നമുക്ക് കഴിയണം. അല്ലാതെ എന്ത് പ്രകൃതി സ്നേഹം, എന്ത്. ഭാര്യ ചന്ദ്രികയും മക്കളായ സവിതയും സജിതയും 68 വയസ്സിലെത്തി നിൽക്കുന്ന ബാലേട്ടനോടൊപ്പം ഈ പ്രവൃത്തിക്ക് പിന്തുണയുമായി കൂടെയുണ്ട്. ബാലേട്ടൻ അധികവും ഫലം തരുന്ന വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിച്ചത്. 2024 ഡ്യൂട്ടിക്കിടെ പ്രതിയായ സന്ദീപിന്റെ അതിക്രൂരമായ കുത്തേറ്റ് മരിച്ച കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ മുട്ടുച്ചിറയിലെ യുവവനിതാ ഡോക്ടർ വന്ദനാദാസിന്റെ ഓർമ്മയ്ക്കായി പ്രത്യേകം തറയൊരുക്കി ആത്മാവ് എന്നർത്ഥത്തിൽ അടുത്തടുത്തായി ആലും മാവും നട്ടുവളർത്തിയ കഥയും ഈ മരങ്ങളുടെ പ്രിയപ്പെട്ടവന് പരിസ്ഥിതി ദിനത്തിൽ പങ്കുവെക്കാനുണ്ട്.